ഇന്ന് നമുക്കൊരു അടിപൊളി പായസം ഉണ്ടാക്കിയാലോ? പായസം ഇഷ്ടമില്ലാത്തവരായിട്ട് ആരാ ഉള്ളത്? എനിക്ക് പായസം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനിന്ന് ചവ്വരി വെച്ചിട്ടുള്ള പായസമാണ് ഉണ്ടാക്കുന്നത്. ഈ അരിക്ക് നിങ്ങളുടെ നാട്ടിൽ എന്ത് പേരാ പറയുകയെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ചവ്വരി നന്നായിട്ട് കഴുകി ഒരു 2 മിനിറ്റ് കുതിർത്താൻ വെച്ചതിന് ശേഷം ആവശ്യത്തിന് വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കുക കേട്ടോ. 2 വിസിലിനാണ് ഞാൻ വേവിച്ചെടുത്തിട്ടുള്ളത്. ഈ സമയത്ത് നമുക്ക് പഞ്ചസാര ഒന്ന് ക്യാരമൽ ചെയ്തെടുക്കാം. പഞ്ചസാര ക്യാരമൽ ചെയ്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് ഡയല്യൂട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പാലൊഴിച്ച് കൊടുക്കാം. പാലൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഈ പാലൊന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി വേവിച്ചെടുക്കുക കേട്ടോ. ഇതൊന്ന് വെന്ത് വരുന്ന സമയത്ത് ചവ്വരി അവിടെ വെന്ത് വന്നിട്ടുണ്ട്. ആ ചവ്വരി ഞാൻ 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുത്ത് സ്റ്റാർച്ചൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഞാൻ ഈ ഒരു പാലിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇളക്കുന്ന സമയത്ത് നല്ല ഭംഗിയാണ് കാണാൻ. ഈ പായസം ഉണ്ടാക്കുമ്പോൾ ഞാൻ എൻ്റെ അമ്മയാണ് കേട്ടോ ഓർക്കുക. കാരണം അമ്മ ഉണ്ടാക്കുന്ന പായസമാണ് എൻ്റെ ഫേവറേറ്റ് പായസം. ആ പായസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് വെന്ത് സെറ്റായി വരുമ്പോൾ ഏലക്കായും നെയ്യും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 1/2 ഗ്ലാസ് കോൺഫ്ലവറും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ലാസ്റ്റ് പരിപാടി എന്താണ്? അണ്ടിപ്പരിപ്പും മുന്തിരിയും വറവിടൽ തന്നെ. അതും കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊരു രസമാണെന്നറിയോ ഈ പായസം കുടിക്കാൻ. ഇത് കുറച്ച് ലൂസായിട്ട് ഉണ്ടാക്കണേ, കാരണം ചവ്വരി ആയതുകൊണ്ട് കുറച്ച് തിക്കാവും.